സീതാറാം യെച്ചൂരി അമർ രഹേ എന്നവർ പറയുകയാണ്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലൂടെ, ആശയത്തിലൂടെ. സീതാറാം യെച്ചൂരി, ഡിയർ കോമ്രേഡ്, റെഡ് സല്യൂട്ട്. Comrade Arun. Comrade Sitaram ko lal salam. Lal salam, lal salam. Comrade Sitaram ko lal salam. Lal salam, lal salam. Comrade Biju Krishnan. Tripura State Committee. Tripura State Committee. राज्य कमेटी की जो सचिव यहाँ पे मौजूद है, कॉमरेड अपने राज्य कमेटी की जो सचिव यहाँ पे मौजूद है, वो पहले अपने राज्य कमेटी की ओर से पुष्पांजलि अर्पित करेंगे। आप सबसे विनती है कि आप कृपया बैठ जाए। ये जो कॉमरेड सीताराम की जो मॉडल बॉडी यहाँ पे रखा गया है, थोड़ा उसकी जो वहाँ पे जो प्लेस है थोड़ा फ्री रखा जाए। यहाँ पे बीबी मेंबर्स PPM ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കെ മരിച്ച സീതാറാം യെച്ചൂരി, അദ്ദേഹത്തിന് AKG ഭവനിൽ അന്തിമോപചാരം, അന്ത്യാഭിവാദ്യം, അന്ത്യമുദ്രാവാക്യം അർപ്പിക്കുകയാണ് പാർട്ടി സഖാക്കൾ. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, A വിജയരാഘവൻ, തപൻസൻ, ഹനൻമുള്ള, മുഹമ്മദ് സലീം അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കൾ. 3-4 പതിറ്റാണ്ടിലേറെ കാലമായി വളരെ അടുപ്പം സൂക്ഷിച്ച സഖാവ്, സംഘടനാ കാര്യങ്ങളിൽ കൃത്യമായ ധാർഷ്ട്യം, കൃത്യമായ ദൃഢതയുള്ളയാൾ, പ്രത്യയശാസ്ത്ര ദൃഢതയുള്ള നേതാവ്, സ്വഭാവത്തിലെ സൗമനസ്യം, മുഖത്തെല്ലായ്പ്പോഴും പുഞ്ചിരി കൊണ്ടു നടന്ന യെച്ചൂരി എന്ന ചിരി. ഇപ്പോൾ മന്ത്രി P രാജീവ്, P കരുണാകരൻ, EP ജയരാജൻ അടക്കമുള്ളവർ, മന്ത്രി VN വാസവൻ, ബിജു കൃഷ്ണൻ അടക്കമുള്ളവർ കോമ്രേഡ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. CS സുജാത, PK ശ്രീമതി, KK ശൈലജ അടക്കമുള്ളവർ എല്ലാവരോടും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ച ആ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കൾ. और बाकी जो केंद्र कमेटी की सदस्य जो है, जो पीछे हटिए, थोड़ा जगह दे दीजिए। नाम के हिसाब से जो जिनको हम बुलाएंगे वो आइए, उसके बाद बाकी कॉमरेड्स जो है वो आइए। कॉमरेड्स प्लीज कोऑपरेट। आई रिक्वेस्ट our comrades from to please make way for the state secretaries to pay their homage first, then others can come and pay their homage. कॉमरेड सलीम, पश्चिम बंगाल राज्य कमेटी की ओर से। നേതാക്കൾ P സതീദേവി, തോമസ് ഐസക്, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ജീവിച്ചിരുന്ന കാലമത്രയും അടിമുടി കമ്മ്യൂണിസ്റ്റായിരുന്ന, JNUവിലെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലടക്കം ഇടപെട്ട, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത, യാതൊരു ഭയവും കൂടാതെ നിർഭയം ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറിച്ചെന്ന് നിങ്ങൾ
JNUവിൻ്റെ ചാൻസലർ സ്ഥാനത്ത് തുടരാൻ അർഹയല്ല, നിങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറ്റവിചാരണ വായിച്ച അതേ വിദ്യാർത്ഥി സീതാറാം യെച്ചൂരി, അതേ വിദ്യാർത്ഥി അതേ നെറുകേടുകളെ കൃത്യമായി എതിർക്കുന്ന, രാജ്യത്തെ ജനസാമാന്യത്തിനൊപ്പം നിൽക്കുന്ന, മതനിരപേക്ഷ നിലപാടുകളുടെ ഉറച്ച കാവലാളായ, വർഗീയ ഫാസിസത്തിനെതിരെ പോരാട്ടം നയിച്ച, ആ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി നിന്ന സീതാറാം യെച്ചൂരി, അദ്ദേഹം വരുത്തിയ വിടവ് ആ ശൂന്യത നികത്താൻ ആകുന്നത് തന്നെയല്ല. ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലതരത്തിൽ ടെന്നീസും ബാഡ്മിൻ്റനും അതോടൊപ്പം തന്നെ സംഗീതവും കിഷോർ കുമാറിനെയും മൊസാർട്ടിനെയും ഒക്കെ അവരുടെ ഗാനങ്ങൾ അതിസൂക്ഷ്മമായി വിലയിരുത്തുന്ന എല്ലാ തരത്തിലും വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റുകാരന് ഇതൊന്നും വഴങ്ങുന്നതല്ല എന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ പൊള്ളത്തരമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം വ്യാപരിച്ച മേഖലകൾ, 6ലേറെ ഭാഷകളിലുണ്ടായിരുന്ന വൈദഗ്ധ്യം, വളരെ ലളിതമായി പാർട്ടി പ്രവർത്തകർക്ക് വളരെ കഠിനമായ ഗഹനമായ ദാർശനിക പ്രശ്നങ്ങൾ, പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ലളിതമായി അവതരിപ്പിച്ച് പ്രസംഗവേദികളിൽ പരിഭാഷകർക്ക് പോലും വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പരിഭാഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന തരത്തിൽ വളരെ മനോഹരമായ ഭാഷ ഉപയോഗിച്ചിരുന്ന സീതാറാം യെച്ചൂരി, അദ്ദേഹത്തിൻ്റെ വിടവ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മതനിരപേക്ഷ ചേരിക്കാകെ തന്നെ വല്ലാത്ത നഷ്ടമാണ്. 2 UPA സർക്കാരുകൾ എടുത്ത ഉദാരവൽക്കരണ നിലപാടുകൾക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും ഇത് ശരിയല്ല, ഇതാണ് ശരിയായ മാർഗമെന്നും പറഞ്ഞ് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്ന ഒരു നേതാവ്. ഇപ്പോൾ കെ രാജേന്ദ്രൻ ചേരുകയാണ് AKG ഭവന് മുന്നിൽ നിന്ന്. രാജേന്ദ്രൻ, ഇപ്പോൾ വാക്കുകൾ വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ആ ധീരനായ പോരാളിക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരന്, ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകന്, മതനിരപേക്ഷതയുടെ ഉറച്ച കാവലാൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ് തലസ്ഥാന നഗരി AKG ഭവനിൽ. പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദുഃഖം, വല്ലാത്ത ദുഃഖം തലസ്ഥാന നഗരിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സഖാക്കൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല, നികത്താനാകുന്നതല്ല ഈ ശൂന്യത, ഈ വിടവ്. രാജേന്ദ്രൻ, എന്താണ് AKG ഭവനിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? CPIM-ലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഒരിക്കലും തന്നെ നികത്താനാവാത്ത യെച്ചൂരിയുടെ നിര്യാണത്തിലൂടെ കഴിഞ്ഞത്. രാവിലെ ഗോവിന്ദ മാസ്റ്ററുമായി ബന്ധപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സീതാറാം യെച്ചൂരിയുടെ ഈ ഒരു വേർപാട്, സീതാറാം യെച്ചൂരിയുടെ അഭാവം, അത് പാർട്ടി കൂട്ടായി നികത്തും, പാർട്ടി കൂട്ടായി നിൽക്കും. അത് ഇവിടെ ഈ AKG സെന്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് CPIM പ്രവർത്തകർ, പാർട്ടിയുടെ അനുഭാവികൾ, ഇടതുപക്ഷ പാർട്ടികളുടെ പ്രവർത്തകർ, മതേതര വിശ്വാസികൾ, അവരെല്ലാം തന്നെ AKG സെന്ററിലേക്ക്, AKG ഭവനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾക്കും അപ്പുറത്ത് വിശാലമായ ഒരു വലിയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുമായെല്ലാം അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ കൂടിയ നേതാക്കൾക്കിടയിൽ നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട്. പ്രമുഖനായ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. ജയറാം രമേശ് കോൺഗ്രസിന്റെ പ്രമുഖനായ ഒരു നേതാവ് മാത്രമല്ല, സീതാറാം യെച്ചൂരിയുടെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. നിരവധി വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം രൂപീകൃതമായതിനു ശേഷം, ഇന്ത്യ സഖ്യം രൂപം കൊണ്ടതിനു ശേഷം ഒരുമിച്ച് നിരവധി പ്രക്ഷോഭങ്ങളിലും അതുപോലെ രാഷ്ട്രീയ നീക്കങ്ങളിലുമെല്ലാം ഈ നേതാക്കന്മാരെല്ലാം കൈകോർത്തിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം സീതാറാം യെച്ചൂരി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു ജയറാം രമേശ്. ജയറാം രമേശ് നമ്മളോട് പറഞ്ഞത് ഇന്ത്യൻ മതേതര പ്രസ്ഥാനങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമെന്നാണ്.
ഇന്ത്യൻ മതേതര പ്രസ്ഥാനങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ഈ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജയരാജൻ പറഞ്ഞത്. ഇത് എങ്ങനെ നികത്തണമെന്ന് അറിയില്ല, കാരണം അത്ര ഒരു വലിയ താങ്ങാനാവാത്തൊരു നഷ്ടമാണ് ഈ മതേതര കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതയായ നേതാവ് സോണിയാഗാന്ധി അല്പസമയത്തിനകം ഇവിടെ സോണിയാഗാന്ധി ഇവിടെ നേരിട്ടെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രവർത്തകരും കക്ഷി കൂടിയിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അല്പസമയത്തുള്ളിൽ ഇവിടെ എത്തും. രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് ദില്ലി വസന്ത് കുഞ്ചിലുള്ള സീതാറാം യെച്ചൂരിയുടെ വസതിയിൽ നിന്ന് ഔദ്യോഗിക വസതിയിൽ നിന്ന് മൃതദേഹം ദില്ലിയിലെ AKG ഭവനിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ AKG ഭവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ, പ്രകാശ് കാരാട്ട്, A വിജയരാഘവൻ, MA ബേബി, രാഘവനും തുടങ്ങിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാവരും ചേർന്ന് ആ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം ഇപ്പോൾ AKG സെന്ററിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. CPIM നേതാക്കൾ, പ്രവർത്തകർ, മന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ മന്ത്രിമാർ നിർദ്ദേശിച്ചിട്ട് ഇപ്പോഴിതാ CPIMന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായ മണിക് സർക്കാർ ഇവിടെ എത്തിയിരിക്കുന്നു. മണിക് സർക്കാർ ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. മണിക് സർക്കാർ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന് തന്നെ പറയാം CPIMന്റെ. സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ പരുവപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു നേതാവ് കൂടിയാണ് മണിക് സർക്കാർ. മണിക് സർക്കാരിനെല്ലാം വലിയൊരു പങ്കുണ്ട്. അത് സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം തന്റെ ഈ ഒരു യൗവനകാലത്ത് വിദ്യാർത്ഥി കാലഘട്ടം മുതൽക്ക് തന്നെ ഈ ത്രിപുരയിലെ ഈ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം, ത്രിപുര, ബംഗാൾ, കേരളം, അവിടുത്തെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ത്രിപുരയുടെ ഒരു പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് അവിടെ കോൺഗ്രസ് ദുർബലമായി. അവിടെ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. വലിയ ഒരു മർദ്ദക ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം ഘട്ടങ്ങളിലെല്ലാം പലതവണ അതിനെ ശക്തമായി ചെറുക്കാൻ, അതിനെതിരെ വലിയ പ്രതിരോധം ഉയർത്താൻ വേണ്ടിയെല്ലാം സീതാറാം യെച്ചൂരി നിരന്തരം ത്രിപുരയിൽ പോയിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം മണിക് സർക്കാരുമാരെല്ലാം തന്നെ സമ്പർക്കം പുലർത്തിയിട്ടു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടമാണ്. ത്രിപുരയിൽ പാർട്ടി അധികാരത്തിലില്ല, ബംഗാളിൽ അധികാരത്തിലില്ല. അവിടെയെല്ലാം തന്നെ ഒരു ശക്തമായ മതേതര സഖ്യങ്ങൾ രൂപീകരിച്ച് തിരിച്ചുവരവിനുള്ള ഒരു ശ്രമങ്ങളാണ് കഴിഞ്ഞ ഏതാനും കാലമായി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഇവിടെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ തികച്ചും അധികാരവും ആകർഷകവുമായ അധ്യാനം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് CPIMന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഈ മാസം അവസാനത്തോടെ യോഗം ചേരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളും. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാ കൂടുതൽ നേതാക്കൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KV തോമസ്, ദില്ലിയിലെ കേരള KV തോമസ്, സു വെങ്കടേശൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന പല വിവിധ രാഷ്ട്രീയ ചേരികളിലായിരുന്നവരോടൊപ്പം പോലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തെ രാഷ്ട്രീയമായി കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. പല വിശാല മതേതര സഖ്യം രൂപപ്പെടുത്തുമ്പോൾ യെച്ചൂരിയുടെ ഈ സൗമനസ്യം അദ്ദേഹം ആ കൂട്ടായ്മയ്ക്ക് കരുത്താകുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി സ്മരിക്കുമ്പോഴാണ് ആ നേതാവ് ആരായിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കേണ്ടി വരുന്നത്.